നമസ്കാരം. വെൽക്കം ടു പ്രപ്സ്കെ. കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാർ ജോലികളിലൊന്നായ ഹൈക്കോടതി അസിസ്റ്റന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉയർന്ന ശമ്പളം, മികച്ച ജോലി അന്തരീക്ഷം, വേഗത്തിലുള്ള പ്രൊമോഷൻ സാധ്യതകൾ, സമൂഹത്തിൽ ഉയർന്ന അംഗീകാരം ഇതെല്ലാം ഒരുമിച്ച് നൽകുന്ന ഒരു ഒരു കരിയർ ഓപ്ഷനാണ് ഹൈക്കോടതി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. മറ്റ് ഡിഗ്രി ലെവലിലെ പരീക്ഷകൾ പോലെ തന്നെ ഹൈക്കോടതി നേരിട്ട് നിയമനം നടത്തുന്ന ഒരു പരീക്ഷ കൂടിയാണ് ഹൈക്കോടതി അസിസ്റ്റന്റ്. ഈ വീഡിയോയിൽ ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ യോഗ്യത മുതൽ പരീക്ഷാ രീതി വരെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ഹൈക്കോടതി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതി അസിസ്റ്റന്റ് ജോലി നിരവധി ഉദ്യോഗാർത്ഥികളുടെ സ്വപ്ന ജോലിയായിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്കറിയാമോ? കേരള ഹൈക്കോടതിയുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനാൽ സമൂഹത്തിൽ ഉയർന്ന മാന്യത ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ റാപ്പിഡ് പ്രൊമോഷൻ. ഈ ഡിഗ്രി യോഗ്യതയുള്ള മറ്റ് PSC അല്ലെങ്കിൽ PSCയിലൂടെ ലഭിക്കുന്ന മറ്റ് ജോലികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ലഭിക്കാവുന്ന പ്രൊമോഷനുകളും ഉയർന്ന തസ്തികയിലേക്ക് എത്താനുള്ള സാധ്യതകളും രജിസ്ട്രാർ വരെ എത്താനുള്ള സാധ്യത അതിനകത്തുണ്ട്. പിന്നെ ഉണ്ടാകുന്നത് മികച്ച ഓഫീസ് അന്തരീക്ഷവും കൃത്യമായ ജോലി സംവിധാനവുമാണ്. കോടതിയുടെ സമയവും കോടതിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ ലീവുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതൊക്കെയാണ് ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു സ്വപ്ന ജോലിയാക്കി നിർത്തുന്ന ഘടകങ്ങൾ. എന്താണ് ജോലി? ഹൈക്കോടതി അസിസ്റ്റന്റുമാരുടെ ജോലി എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹൈക്കോടതിയുടെ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് അസിസ്റ്റന്റുമാർ എന്ന് പറയുന്നത്. അവിടുത്തെ ഫയൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ കേസ് റെക്കോർഡുകളുടെ പരിപാലനം, അതുപോലെയുള്ള ഔദ്യോഗിക കത്തുകൾ ഇടപാടുകളിൽ ഇടപെടുക, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളിൽ ഇടപെടുക, അതുപോലെ വിവിധ ഡോക്യുമെന്റ്സ് രേഖകളുടെ ഒക്കെ ക്രമീകരണം, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ചുമതലകളായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷൻ കൂടി അറിയേണ്ടതല്ലേ? എത്ര രൂപ നമുക്ക് ശമ്പളം ലഭിക്കുന്നുള്ളതും കൂടി അറിയണമല്ലോ. 39 മുതൽ 83 വരെയുള്ള ഒരു സ്കെയിലാണ് നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം അറിയാൻ പറ്റിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു 50,000 രൂപയോളം ശമ്പളം കിട്ടാനുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ അത്രയും രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ഹൈക്കോടതി അസിസ്റ്റന്റിൻ്റേത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് യോഗ്യതകൾ എന്ന് നോക്കുകയാണെങ്കിൽ, എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സിൽ പറഞ്ഞേക്കുന്നത് ബിരുദമാണ്. 50% മാർക്കോട് കൂടി ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. ഏത് വിഷയം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കേരളത്തിന് പുറത്തുനിന്ന് ബിരുദം നേടിയവരാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇക്വാലൻസി തുല്യത ഉണ്ടായിരിക്കണം. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അത് അംഗീകരിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കൂടെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവും പ്രിഫറബിൾ ആണ്. അതിനകത്തൊരു പ്രത്യേക മാർക്കിൻ്റെ ഒരു പറഞ്ഞിട്ടില്ല, ഇത്ര ശതമാനം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ നിയമബിരുദവും അംഗീകരിക്കുന്നുണ്ട്. നിയമബിരുദം വേണമെന്നും നിർബന്ധമല്ല, ഏതെങ്കിലും ഒരു ബിരുദം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഉള്ളത് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നുള്ളതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നീട് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ, പ്രായപരിധി നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ 18 മുതൽ 36 വയസ്സ് എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരവും ഉള്ളത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ PSCക്ക് നൽകിയിട്ടുള്ള വയസ്സിളവോ അങ്ങനെ എന്തെങ്കിലും ബാധകമായിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് പറയാവുന്നതാണ്. നിലവിൽ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം PSC അല്ല, ഇത് നേരിട്ട് ഹൈക്കോടതി റിക്രൂട്ട് ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും 18 മുതൽ 36 വയസ്സ് വരെയാണ് വയസ്സ്. മീൻസ് അതിനിടയിൽ OBC അവർക്ക് 3 വർഷവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും എന്നുള്ള വയസ്സിളവും അവിടെ ഉണ്ടാവുന്നതാണ്. എന്തൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഈ പരീക്ഷകളിൽ എന്തൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സ്? മറ്റ് PSC പരീക്ഷകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 2 ഘട്ടങ്ങളിലുള്ള പരീക്ഷയുണ്ട്. ഒന്ന് ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വരുന്നുണ്ട്, അടുത്തത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ഒരേ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 2 എക്സാമിന് വേണ്ടിയിട്ടും ഒരേ സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഒബ്ജക്റ്റീവ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലോട്ട് പോകുന്ന രീതിയല്ല ഇവിടെ നമ്മൾ കാണുന്നത്. പിന്നീട് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ, അതൊരു 10 മാർക്കിൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂ അവിടെയുണ്ട്. ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ പറയുകയാണെങ്കിൽ 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യൻസും 75 മിനിറ്റുമാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് 60 മാർക്കും 60 മിനിറ്റ്, 1 മണിക്കൂറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമ്മൾ ഹൈക്കോടതി അസിസ്റ്റന്റിൻ്റെ നിയമന നിലകൾ കൂടെ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു 40-50 റേഞ്ചിലുള്ള ഒരു എക്സ്പെക്റ്റഡ് വേക്കൻസീസ് വെച്ചിട്ടാണ് നോട്ടിഫിക്കേഷൻ വരാറ്. പക്ഷേ ഈ തവണ പോലും അത് 80-90 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു 100 മുകളിൽ നിയമനങ്ങൾ സാധാരണ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ നിയമനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച അവസരമാണ് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് എക്സാം എങ്ങനെയാണ് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്, ഈ 3 ഭാഗങ്ങളാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിലേക്കുള്ളത്. ഇതിനകത്ത് 50% അല്ലെങ്കിൽ 50 ചോദ്യങ്ങൾ ജനറൽ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. 50 മാർക്കിൻ്റെ 50 ചോദ്യങ്ങൾ. ഗ്രാമർ, വൊക്കാബുലറി അല്ലെങ്കിൽ
ടെൻസസും എറർ സ്പോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ പിന്നെ ജനറൽ നോളജിലേക്ക് പോകുന്ന സമയത്ത് 40 മാർക്ക് ജനറൽ നോളജിൽ നിന്നാണ് 40 ചോദ്യങ്ങൾ. ഫാക്ട്സ് ഓഫ് ഇന്ത്യ, കേരളയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ്, IT എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളൊക്കെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2024 പരീക്ഷ നടന്നപ്പോൾ ആ വർഷം നടന്ന കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഒക്കെ ആയിരുന്നു അവിടെ ചോദ്യങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെയാണ് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്ങിൻ്റെ കാര്യം. അതിനകത്ത് 10 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ, ബേസിക് അരിത്മാറ്റിക്സ് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി, ലോജിക്കൽ പസിൽസ്, സീരീസ് കംപ്ലീഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്ങിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു ഡിഗ്രി ലെവൽ എക്സാം PSCയിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലിൽ എത്ര ടഫ്നെസ്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ടോ ഏകദേശം ആ ഒരു നിലവാരത്തിലൊക്കെ തന്നെയുള്ള മാത്തമാറ്റിക്സ് പോർഷനാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ നമുക്ക് ടോട്ടൽ 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം PSCന് വ്യത്യസ്തമായിട്ടുള്ളത്, മറ്റ് PSC പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മറ്റ് പരീക്ഷകൾക്ക് 0.3 ആണല്ലോ നെഗറ്റീവ് മാർക്കിംഗ്, ഇവിടെ 0.25 ആണ് എന്നുള്ളതാണ്. അടുത്തൊരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. നമ്മൾ ഒബ്ജക്റ്റീവിന് ശേഷം തൊട്ട് ഉടനെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കൂടെ അറ്റൻഡ് ചെയ്യണം. 60 മാർക്കിൻ്റെ നേരത്തെ പറഞ്ഞു, 60 മിനിറ്റ്, 1 മണിക്കൂറിന് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിനകത്ത് 3 ഭാഗ്യങ്ങൾ, പ്രസീസ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ, ദെൻ ഷോർട്ട് എസ്സേ റൈറ്റിംഗ്. ഈ 3 കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനകത്ത് നമ്മൾ ചെയ്യേണ്ടിയിട്ടുള്ളത്. പ്രസീസ് എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് നമ്മൾ അതിൻ്റെ 1/3 അല്ലെങ്കിൽ 3/1 ചുരുക്കി എഴുതുക എന്ന് പറയുന്നതാണ് പ്രിസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പാസേജിനെ അതിന് 3/1 വലിപ്പത്തിൽ ചുരുക്കി എഴുതാനുള്ള കഴിവ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് എഴുതാനുള്ള കഴിവ്, അവതരണ മികവ്, നമുക്ക് കാര്യങ്ങളെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ കാര്യങ്ങളൊക്കെ അറിയോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇംഗ്ലീഷിൻ്റെ ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും കൂടെ അവിടെ നടക്കുന്നത്. രണ്ടാമത് കോംപ്രിഹെൻഷനാണ്, നമ്മൾ ഡയറക്റ്റ് റീഡിംഗ് ആണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാസേജുകൾ വായിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫറൻസുകൾ രൂപീകരിക്കുന്ന ഒരു പോർഷൻ. സോ അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന അടുത്ത ഭാഗത്ത് ഒരു 250-300 വേർഡിൽ നമ്മളൊരു ചെറിയ എസ്സേ എഴുതി വെക്കേണ്ടതുണ്ട്. സോ നമ്മൾ ഡിഗ്രിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു എസ്സേ റൈറ്റിംഗ് ആണ്. ജുഡീഷ്യറി, എഡ്യൂക്കേഷൻ റിഫോം അല്ലെങ്കിൽ ടെക്നോളജി എന്ത് വേണമെങ്കിലും ആവാം, കറണ്ട് അഫയേഴ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ കോടതിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ ജുഡീഷ്യറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഈ ഭാഗങ്ങൾ ഉണ്ടാവുക. ഇപ്പം നമ്മൾ മൊത്തത്തിൽ എക്സാം നോക്കുകയാണെങ്കിൽ ജുഡീഷ്യറി അല്ലെങ്കിൽ ലോ ആയിട്ട് ബന്ധപ്പെട്ട പല ഭാഗങ്ങളിൽ നിന്നും കറണ്ട് അഫയേഴ്സ് പ്രത്യേകിച്ചും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാർ ജോലികളിലൊന്നായിട്ടുള്ള ഹൈക്കോടതി അസിസ്റ്റൻറ്റ്, അതിൻ്റെ ശരിയായ മാർഗ്ഗനിർദ്ദേശവും സ്ഥിരമായിട്ടുള്ള പരിശീലനം ഉണ്ടെങ്കിൽ നമുക്കിത് തീർച്ചയായിട്ടും ജോലി നേടാവുന്നതാണ്. അപ്പോൾ ഹൈക്കോടതി അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്കുള്ള സമഗ്ര പരിശീലനവും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞങ്ങളുടെ കോഴ്സുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രപ്പ് സ്കെയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങട്ടെ. എല്ലാവർക്കും ആശംസകൾ.